ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് ഭയപ്പെട്ട് പേടിച്ച് പനി പിടിച്ച് ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വരുന്നുണ്ട്. അങ്ങനെ നബിയുടെ ഭയമെല്ലാം മാറിയപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ എളാപ്പയായ വറക്കത്ത് ഇബ്നു നൗഫലിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയാണ്. ആ നടന്ന സംഭവങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ എളാപ്പയായ വറക്കത്ത് ഇബ്നു നൗഫലിനോട് പറഞ്ഞു. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞു, മുഹമ്മദ്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. താങ്കളുടെ അടുക്കൽ വന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വന്ന നാമൂസ് ജിബ്രീൽ എന്ന മലക്കാണ്. താങ്കൾ പ്രവാചകനാകാൻ പോകുന്നു എന്നതാണ് അതിൻ്റെ സൂചന എന്ന് പറഞ്ഞു. അങ്ങനെ അവസാന വറക്കത്ത് ഇബ്നു നൗഫൽ നബിയെ പറഞ്ഞയക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിന്റെ ജനത നിന്നെ പുറത്താക്കുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ആത്മാർത്ഥമായി സഹായിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് വറക്കത്ത് ഇബ്നു നൗഫലിനോട് ചോദിക്കുകയാണ്, അവ മുഖ്രിജിയഹും, എന്ത്, ഈ മക്കക്കാർ എന്നെ പുറത്താക്കുമെന്നോ? നബിക്ക് ഒരിക്കലും അത് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല. വറക്കത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു, നിന്റെ ജനത, ഈ നാട്ടുകാർ നിന്നെ പുറത്താക്കുമ്പോൾ ഞാനുണ്ടെങ്കിൽ നിന്നെ സഹായിക്കാം. അപ്പോഴാണ് നബിയുടെ സംശയം, ഇത്രയധികം എന്നെ സ്നേഹിച്ച, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പേരുണ്ടായിരുന്നു, അൽ അമീൻ എന്ന പേര്. അത് നബിയുടെ മാതാപിതാക്കൾ നബിക്ക് സമ്മാനിച്ച പേരല്ലല്ലോ, പിന്നെ എങ്ങനെ കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമകൾ തിരിച്ചറിഞ്ഞ നാട്ടുകാർ കൊടുത്ത പേരാണ് അൽ അമീൻ എന്നുള്ളത്. നമ്മൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ ആ മക്കാ രാജ്യത്ത് പ്രവാചകനാകാൻ യോഗ്യൻ നബി തന്നെയാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരെ ഓമനിച്ച് വിളിച്ചത് അൽ അമീനെ എന്ന. അങ്ങനെ വിളിച്ച ഈ നാട്ടുകാർ എന്നെ പുറത്താക്കുമോ എന്ന നബിയുടെ സംശയത്തിന് വറക്കത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു, മുഹമ്മദേ, നീയല്ല, നിനക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരെയും ഇല്ലാ ഊദിയ, പുറത്താക്കാതിരുന്നിട്ടില്ല എന്ന്. അതുകൊണ്ട് ചരിത്രത്തിൽ കാണാം, ഓരോ പ്രവാചകന്മാരിൽ അധികം ആളുകളും ജനിച്ച നാട്ടിൽ, ജന്മനാട്ടിൽ അന്തി ഉറങ്ങാൻ ഭാഗ്യം കിട്ടാത്തവരാണ്, മറ്റൊരു നാട്ടിലാണ് അവർ മരണപ്പെട്ടതെന്ന്. അത് വറക്കത്ത് ഇബ്നു നൗഫൽ പറഞ്ഞപ്പോൾ നബിക്ക് മുൻകൂട്ടി ധാരണയുണ്ടായിരുന്നു, ഈ നാട്ടിൽ നിന്ന് താൻ പുറത്തു പോകേണ്ടി വരും, ഇവരെന്നെ പുറത്താക്കുമെന്ന്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയോട് അതിയായ ഒരു സ്നേഹമുണ്ടായിരുന്നു. അത് മക്ക എന്ന രാജ്യത്തോടുള്ള സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് ഹിജ്റ പോകാൻ നേരത്ത് വളരെ വൈകാരികമായി പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ലൗലാ കൗമിക്ക് അഖ്റജൂനി മാ സക്കൻതു മിൻ ഗൈരിക്കി, മക്ക രാജ്യമേ, നിന്റെ ജനത എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ നീയല്ലാത്ത ഒരു നാട്ടിൽ ഞാൻ അഭയം തേടി പോകുമായിരുന്നില്ല എന്നാ. അപ്പോൾ നബിക്ക് മക്ക വിട്ടുപോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജന്മസിദ്ധ, മുസ്ലിമിനല്ല എല്ലാവർക്കും ജന്മസിദ്ധമായി സൃഷ്ടിപരമായ ഒരു വലിയ സ്നേഹപ്രകടനമാണ് സ്വന്തം രാജ്യത്തോടും ജന്മനാടിനോടുള്ള സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രകടിപ്പിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അത്രയും നബിക്ക് വേദന ഉണ്ടായിരുന്നു മക്കയിൽ നിന്ന് പുറത്തു പോകാൻ എന്നതാണ് ചരിത്രം.